തെക്കേ ഏഷ്യയിലെ ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങളെ ആകെ മാറ്റിമറിക്കാൻ പോകുന്ന അതീവ ഗുരുതരമായ ചില നീക്കങ്ങളാണ് പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് മെയ് 23 മുതൽ 26 വരെ നടത്തുന്ന ചൈന സന്ദർശനം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. കേവലം ഒരു നയതന്ത്ര സന്ദർശനത്തിനപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിൽ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതീവ രഹസ്യമായ ചില ആണവ ഇടപാടുകളുടെയും സൈനിക കൂട്ടുകെട്ടിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഈ യാത്രയെ ലോകം ഉറ്റുനോക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, പ്രധാനമന്ത്രി ലീ ചിയാങ് എന്നിവരുമായി ഷഹബാസ് ഷെരീഫ് നടത്തുന്ന കൂടിക്കാഴ്ചകളിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങൾക്കൊപ്പം വലിയ തോതിലുള്ള തന്ത്രപ്രധാന പ്രതിരോധ ചർച്ചകളും ഉൾപ്പെടുന്നുണ്ട്. സമീപകാലത്ത് പുറത്തു വന്ന ചില രഹസ്യ സൈനിക രേഖകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ പരമാധികാരം പോലും പണയം വെക്കാൻ തയ്യാറാകുന്നു എന്നതാണ്. കടക്കണിയിലും സാമ്പത്തിക തകർച്ചയിലും ഉലയുന്ന പാകിസ്ഥാൻ എന്തിനാണ് ഇത്രയധികം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്? ചൈനയുമായുള്ള ഈ പുതിയ പ്രതിരോധ ഡീലുകൾക്ക് പിന്നിലെ പാകിസ്ഥാന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഇത് ഇന്ത്യയുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കും? വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. അടുത്തിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട അതീവ രഹസ്യ സ്വഭാവമുള്ള മിലിറ്ററി രേഖകൾ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ സമുദ്രത്തിൽ നിന്നുള്ള ആണവാക്രമണ പ്രതിരോധ ശേഷി അഥവാ സീ ബേസ്ഡ് ന്യൂക്ലിയർ സെക്കൻഡ് സ്ട്രൈക്ക് കാപ്പബിലിറ്റി വികസിപ്പിച്ചെടുക്കാൻ പാകിസ്ഥാൻ ചൈനയുടെ നേരിട്ടുള്ള സഹായം തേടിയെന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും നേരിട്ട് ഇടപെട്ടാണ് ചൈനയ്ക്ക് മുന്നിൽ ഈ ആവശ്യം വെച്ചത്. പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള അംഗീകാരത്തോടെയാണ് ഈ നീക്കം നടന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ ആണവ സഹായത്തിന് പകരമായി പാകിസ്ഥാൻ ചൈനയ്ക്ക് വാഗ്ദാനം ചെയ്തത് തങ്ങളുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഗ്വാദർ തുറമുഖത്തിന്റെ പൂർണ്ണമായ സൈനിക നിയന്ത്രണമാണ്. പേർഷ്യൻ ഗൾഫിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്വാദർ തുറമുഖം ചൈനീസ് നാവികസേനയുടെ സ്ഥിരമായ ഒരു സൈനിക താവളമാക്കി മാറ്റാൻ അനുമതി നൽകാമെന്നായിരുന്നു പാകിസ്ഥാന്റെ ഉറപ്പ്. ആഗോള വ്യാപാര പാതകളിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ സഹായിക്കുന്ന ഗ്വാദർ തുറമുഖം പൂർണ്ണമായി സ്വന്തമാക്കാൻ ചൈനയ്ക്ക് വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. എന്നാൽ ഇതിന് പകരമായി പാകിസ്ഥാൻ ചോദിച്ച ആണവ അന്തർവാഹിനികളും സാങ്കേതിക വിദ്യയും നൽകാൻ ചൈന വിസമ്മതിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അന്താരാഷ്ട്ര തലത്തിലുള്ള ആണവ വ്യാപന നിരോധന കരാറുകളും ആഗോളതലത്തിൽ ഉണ്ടായേക്കാവുന്ന വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങളും മുൻനിർത്തിയാണ് ചൈന ഈ ആവശ്യത്തിൽ നിന്നും തൽക്കാലം പിൻവാങ്ങിയത്. എങ്കിലും ഷഹബാസ് ഷെരീഫിന്റെ നിലവിലെ ബീജിംഗ് സന്ദർശനത്തിൽ ഈ തന്ത്രപ്രധാന വിഷയങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു എന്നത് തള്ളിക്കളയാനാവില്ല. പാകിസ്ഥാന്റെ ഈ നീക്കത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ എന്താണ് സെക്കൻഡ് സ്ട്രൈക്ക് കാപ്പബിലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു രാജ്യം തങ്ങൾക്കെതിരെ ആദ്യമായി നടത്തുന്ന ആണവാക്രമണത്തെ അതിജീവിച്ച് തിരിച്ച് ശക്തമായ ആണവാക്രമണം നടത്താനുള്ള ശേഷിയാണ് സെക്കൻഡ് സ്ട്രൈക്ക് കാപ്പബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഭൂമിയിൽ നിന്നും ആകാശത്ത് നിന്നും തൊടുത്തുവിടുന്ന മിസൈലുകൾ ശത്രുരാജ്യത്തിന്റെ ആദ്യ ആക്രമണത്തിൽ തന്നെ നശിപ്പിക്കപ്പെട്ടേക്കാം. എന്നാൽ ആഴക്കടലിൽ ഒളിച്ചു കഴിയുന്ന ആണവ അന്തർവാഹിനികളെ, അതായത് ന്യൂക്ലിയർ സബ്മറൈൻസിനെ അത്ര പെട്ടെന്ന് നശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സമുദ്രാന്തർഭാഗത്തു നിന്നുള്ള ആണവ ശേഷിയാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വിശ്വസനീയമായ പ്രതിരോധം. കര, വ്യോമം, കടൽ എന്നീ 3 മേഖലകളിൽ നിന്നും ആണവാക്രമണം നടത്താനുള്ള ശേഷി കൈവരിക്കുന്നതിനെയാണ് ആണവ ത്രികോണം അഥവാ ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് നിലവിൽ INS അരിഹന്ത് പോലെയുള്ള ആണവ അന്തർവാഹിനികളിലൂടെ ഈ ശേഷിയുണ്ട്. എന്നാൽ പാകിസ്ഥാന് കരയിൽ നിന്നും ആകാശത്ത് നിന്നും ആണവാക്രമണം നടത്താനുള്ള ഡയാഡ് ശേഷി മാത്രമേയുള്ളൂ. തങ്ങളുടെ സാങ്കേതികവും സാമ്പത്തികവുമായ പരിമിതികൾ കാരണം സ്വന്തമായി ഒരു ആണവ അന്തർവാഹിനി നിർമ്മിക്കാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല. ഇന്ത്യയുമായുള്ള തന്ത്രപ്രധാന സന്തുലിതാവസ്ഥ നിലനിർത്താൻ 3ാമത്തെ ആണവ മുനകൂടി വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാകിസ്ഥാൻ ചൈനയുടെ മുന്നിൽ ഗ്വാദർ തുറമുഖം പണയപ്പെടുത്താൻ പോലും തയ്യാറായത്. സാമ്പത്തികമായി പാപ്പരത്വത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴും പാകിസ്ഥാൻ തങ്ങളുടെ പ്രതിരോധ ബജറ്റും ആയുധ ശേഖരവും വർദ്ധിപ്പിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമതായി, കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യയുമായുള്ള സൈനിക സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് അവരുടെ പ്രധാന അജണ്ട. പരമ്പരാഗത ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ കൈവരിച്ച വൻ മുന്നേറ്റത്തെ മറികടക്കാൻ ആണവ സാങ്കേതിക വിദ്യകളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് പാകിസ്ഥാൻ കരുതുന്നു. ഇതിനായി ചൈനയെ ഒരു കവചമായി ഉപയോഗിക്കാനാണ് ഇസ്ലാമാബാദിന്റെ ശ്രമം. ചൈനയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെയുള്ള ഒരു തന്ത്രപ്രധാന ഉപകരണമായി നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി വഴി വലിയ നിക്ഷേപമാണ് ചൈന പാകിസ്ഥാനിൽ നടത്തിയിട്ടുള്ളത്. ഇന്ത്യയെ 2 മുന്നണികളിൽ നിന്നും ഒരേ സമയം തളച്ചിടാൻ പാകിസ്ഥാൻ സൈനിക ശക്തി വർദ്ധിക്കുന്നത് ചൈനയ്ക്ക് ഗുണം ചെയ്യും. ചൈന പാകിസ്ഥാന് ഹാങ്കർ ക്ലാസ് അന്തർവാഹിനികളും J-10C യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ കൈമാറുന്നത് ഈ തന്ത്രത്തിന്റെ ഭാഗമായാണ്.
പാകിസ്ഥാന്റെ ആണവ അന്തർവാഹിനി എന്ന ആവശ്യത്തോട് ഔദ്യോഗികമായി ചൈന വിസമ്മതം പ്രകടിപ്പിച്ചെങ്കിലും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ മറികടന്ന് മറ്റേതെങ്കിലും രീതിയിൽ പാകിസ്ഥാന്റെ നാവികസേനയെ ആണവ സജ്ജമാക്കാൻ ചൈന അണിയറയിൽ സഹായിക്കുന്നുണ്ടോ എന്ന് സംശയം ശക്തമാണ്. ഇനി ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പാകിസ്ഥാന്റെയും ചൈനയുടെയും ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതിന്റെ പ്രധാന പ്രത്യാഘാതങ്ങൾ 4 രീതിയിൽ വിലയിരുത്താം. 1. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് സാന്നിധ്യം. അതായത് പാകിസ്ഥാൻ ഗ്വാദർ തുറമുഖം ചൈനീസ് നാവികസേനയ്ക്ക് സ്ഥിരമായി തുറന്നു നൽകുകയാണെങ്കിൽ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ആധിപത്യത്തിന് വലിയ ഭീഷണിയാകും. അറബിക്കടലിൽ ചൈനീസ് യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും സ്ഥിരമായ സാന്നിധ്യം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളെ നിരീക്ഷണത്തിലാക്കാൻ അവർക്ക് സഹായകരമാകും. 2. 2 ഫ്രണ്ട് വാർ ഭീഷണി. അതായത് പടിഞ്ഞാറ് പാകിസ്ഥാനിൽ നിന്നും വടക്ക് ചൈനയിൽ നിന്നും ഒരേ സമയം ഇന്ത്യക്ക് നേരെ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇതിലൂടെ സംജാതമാകുന്നത്. ഇന്ത്യയുടെ സൈനിക ശ്രദ്ധയും വിഭവങ്ങളും 2 അതിർത്തികളിലായി വിഭജിക്കപ്പെടാൻ ഇത് കാരണമാകും. 3. ആണവ പ്രതിരോധത്തിലെ അസ്ഥിരത. പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ സമുദ്രാന്തർ ആണവശേഷി കൈവരിച്ചാൽ അത് ദക്ഷിണേഷ്യയിലെ ആണവ പ്രതിരോധ സമവാക്യങ്ങളെ പൂർണ്ണമായി അസ്ഥിരപ്പെടുത്തും. കടലിലെ ആണവ ആയുധങ്ങളുടെ സാന്നിധ്യം ചെറിയൊരു തെറ്റിദ്ധാരണ പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. 4. വ്യാപാര പാതകൾക്കുള്ള ഭീഷണി. ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയുടെ വലിയൊരു പങ്കും കടന്നുപോകുന്നത് പെർഷ്യൻ ഗൾഫിനോട് ചേർന്നുള്ള ഈ കടൽപാതകളിലൂടെയാണ്. ഗ്വാദറിലെ ചൈനീസ് സൈനിക താവളം ഇന്ത്യയുടെ ഈ നിർണായക വ്യാപാര പാതകളെ സമ്മർദ്ദത്തിലാക്കാൻ ഇരു രാജ്യങ്ങൾക്കും അവസരമൊരുക്കും. ചൈന പാക് അച്ചുതണ്ടിന്റെ ഈ നീക്കങ്ങളെ ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഈ ഭീഷണിയെ നേരിടാൻ ഇന്ത്യ തങ്ങളുടെ നാവിക സൈനിക ശേഷി അതിവേഗം നവീകരിക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേന തങ്ങളുടെ ആണവ അന്തർവാഹിനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ തദ്ദേശീയമായി 3ാമതൊരു വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകളും സജീവമാക്കിയിട്ടുണ്ട്. കൂടാതെ ആഴക്കടലിലെ ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാൻ ശേഷിയുള്ള P-8I പ്രോസിഡോൺ വിമാനങ്ങളും MQ-9B പ്രഡേറ്റർ ഡ്രോണുകളും ഇന്ത്യ വികസിപ്പിച്ചു കഴിഞ്ഞു. ഭൂമിശാസ്ത്രപരമായ ഈ വെല്ലുവിളിയെ നേരിടാൻ ഇന്ത്യ അന്താരാഷ്ട്ര സഖ്യങ്ങളും ശക്തമാക്കുന്നുണ്ട്. അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായി ചേർന്നുള്ള ക്വാഡ് സഖ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ കടന്നുകയറ്റത്തെ തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഇതിനു പുറമെ പാകിസ്ഥാന്റെ ഗ്വാദർ തുറമുഖത്തിന് മറുപടിയായി ഇറാനിലെ ചാബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുത്തത് തന്ത്രപരമായ വലിയൊരു ചുവടുവയ്പ്പാണ്. പാകിസ്ഥാൻ തങ്ങളുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിന്റെ പരമാധികാരം ചൈനയ്ക്ക് പണയം വെച്ചുകൊണ്ട് ആണവ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആത്മഹത്യാപരമായ നീക്കമാണ്. ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖം കടക്കിണിയിലാക്കി ചൈന സ്വന്തമാക്കിയതുപോലെ ഗ്വാദറും പാകിസ്ഥാൻ എന്നേക്കുമായി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചൈനയുമായുള്ള ഈ സൈനിക സഖ്യങ്ങൾ പാകിസ്ഥാന്റെ ആഭ്യന്തര തകർച്ചയുടെ വേഗത കൂട്ടുമെന്നതിൽ സംശയമില്ല. എന്നാൽ അതിർത്തിയിൽ ചൈനയും പാകിസ്ഥാനും ചേർന്നൊരുക്കുന്ന ഈ ഇരട്ട ഭീഷണിയെ നേരിടാൻ നയതന്ത്രപരമായും സൈനികപരമായും ഇന്ത്യ എപ്പോഴും സജ്ജരായിരിക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.